അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കറി വേണം. മീൻകറിയാണ് ഫേവറേറ്റ് കോമ്പിനേഷൻ. നന്നായിട്ട് ആവി വന്നു തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഗോതമ്പ് കിട്ടാം. അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൈ തൊടാതെ നല്ല സോഫ്റ്റ് ഗോതമ്പ് കൂട്ടിന് എങ്ങനെ പൊടി നനച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പലർക്കും അറിയായിരിക്കും. ഇനി എന്നെപ്പോലെ ഗോതമ്പ് കൂട്ടി ഇഷ്ടമുണ്ടായിട്ട് അത് പൊടി നനയ്ക്കുന്ന ഒരു ടാസ്ക്കായിട്ട് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ ഇതിങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് ഈ അരികൂട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോതമ്പൂട്ട് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും അത് ആവി കയറി വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിപ്പൂട്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കറി വേണം. മീൻകറിയാണ് ഫേവറേറ്റ് കോമ്പിനേഷൻ. മീൻകറിയോ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ അല്ല കടലക്കറിയെങ്കിലും. ഇതൊന്നും ഇല്ലെങ്കിലേ ഉള്ളൂ പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കത്തുള്ളൂ. അത് അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പലർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ഉണ്ട്, ലില്ലി ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വെച്ച് നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് എളുപ്പം ഗോതമ്പ് വിട്ട് പൊടിനഞ്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ലില്ലി ആൻറ്റിയാണ്. പുള്ളിക്കാരിക്ക് ബൈ ഡീഫോൾട്ടായിട്ട് അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല, അങ്ങനെ എപ്പോഴും നല്ലതായിട്ട് തന്നെ വരും. പക്ഷെ എൻ്റെ മമ്മിയാണെങ്കിൽ, മമ്മി ഇപ്പം ഇല്ല, മമ്മിയാണെങ്കിൽ അത് ഈ ഗോതമ്പ് കൂട്ടിന് ഓപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അരിപ്പുട്ടും മറ്റുള്ള നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. പോവാണേ. ഗോതമ്പ് പൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത്തിരി തേങ്ങ ഒക്കെ നമ്മുടെ ആവശ്യം പോലെ. കൂടുതലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്ത് ഓപ്ഷണലായിട്ട് വേണ്ടത് ഒരു ഇത്തിരി എണ്ണ. അതിപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു 1/4 ടീസ്പൂൺ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അത് ഓപ്ഷണലാണ്. ഇനി ഗോതമ്പ് പൊടി നമ്മളത് പുട്ട് നനയ്ക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം അതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഫോർക്കാണ് നല്ലത്, ഫോർക്കോ സ്പൂണ് കൊണ്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വിടുക. വെള്ളത്തിൻ്റെ ഇതെല്ലാം അടുത്തൊന്ന് ചെല്ലുന്ന പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വിടുക. ഞാൻ പറഞ്ഞല്ലേ, കൈ തൊടാതെ നമുക്ക് ഈ ഗോതമ്പ് പുട്ടിനെ നനച്ചെടുക്കാം. എനിക്കിത് നേരത്തെയൊക്കെ ഒരു ടാസ്ക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ചപ്പാത്തിക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് കുഴയ്ക്കാനായിട്ട് നോക്കി. അപ്പം അതിൻ്റെ ആ ഫസ്റ്റ് ടെക്സ്ചർ വരുന്ന കണ്ടപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഞാൻ വിചാരിച്ചു ഞാനാണ് ഇത് കണ്ടുപിടിച്ചതെന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ പലരും ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു ഈസിയസ്റ്റ് വേ ആണ്. അപ്പം നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പാണ് ഞാൻ വെള്ളം എടുത്തു വെച്ചത്. അപ്പം അതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ പകുതി ആദ്യം ഒഴിച്ചു, പിന്നെ ഒരിത്തിരിയും കൂടെ ഒഴിച്ചായിരുന്നു. 3/4 ഭാഗം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഇത്ര ഉള്ളു ഇനിയും ബാക്കി. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വിട്ടിട്ട് ഒരു ഇത്തിരി നേരം, ഒരു 5-10 മിനിറ്റ് ഒന്ന് അങ്ങനെ വിടുവാണെങ്കിൽ നല്ലതാണ്. അതൊന്ന് ഇതാ സോഫ്റ്റ് ആവാനും എന്താ പറയുക, ഒന്ന് കുതിർന്ന് ഇതാവാനായിട്ടും. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് വിചാരിക്കേണ്ട, അതിപ്പോൾ നമുക്ക് കറക്റ്റ് ടെക്സ്ചർ കിട്ടും. ഇപ്പോൾ ഒരു 5-10 മിനിറ്റായി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണെന്ന്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പൾസ് മോഡ് ഉണ്ടല്ലോ, അതിലൊന്ന് കറക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടെ കറക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കറക്റ്റ് ടെക്സ്ചറിലാകും. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പം അറിയാം.
നിങ്ങളുടെ മിക്സിയിൽ ഈ പൾസ് മോഡ് ഇല്ലെങ്കിൽ നമ്മളുടെ ആ 1 2 3 എന്നുള്ളതിൽ അല്ലാതെ ബാക്കിലോട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ചാൽ മതി അത്, എന്നിട്ട് വിടുക. അങ്ങനെ അങ്ങനെ വെക്കുമല്ലോ. അപ്പം അതാണ് ചെയ്യേണ്ടത്. ഞാനൊരു തരി എണ്ണ ഒഴിക്കുകയാണ്. അപ്പം ഞാനങ്ങനെ 2-3 പ്രാവശ്യം നമ്മുടെ കറന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ടെക്സ്ചർ. ഇത് കറക്റ്റായിരിക്കും. ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഇത്തിരി 1/4 കപ്പ് എടുത്ത് വെച്ച വെള്ളത്തിൽ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം 1/4 കപ്പ്, 1 കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് കറക്റ്റായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആശീർവാദിൻ്റെ ആട്ടയാണ്. അപ്പം ഓരോ ഗോതമ്പ് പൊടിക്ക് ഇത്തിരി വ്യത്യാസം വരുമായിരിക്കും. നിങ്ങൾ ആദ്യം ഫുള്ളായിട്ട് ഒഴിക്കാതെ അത് ഒന്ന് കുറച്ചൊഴിച്ചിട്ട് നോക്കുക. നമുക്ക് മിക്സിയിൽ നിന്ന് പൊടി നമ്മളുടെ നേരത്തെ പാത്രത്തിലോട്ട് തന്നെ ആക്കാം. ഇങ്ങനെ ഇത് നല്ല, ഞാൻ ഇതുവരെ കൈ തൊടാതെയാണിത് ഞാൻ പറഞ്ഞ പോലെ ഇത് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് എന്താ പറയുക, പുട്ടിൻ്റെ പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ കൈ കൊണ്ട് എടുക്കാം, സ്പൂൺ കൊണ്ട് എടുക്കാം. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞതിന് ഇങ്ങനെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ, ഈ കട്ട എങ്ങനെ കാണുന്നത് ചുമ്മാ ഇങ്ങനെ ഇത് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്താലങ്ങ് സ്പൂൺ വെച്ച് തന്നെ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഓപ്ഷണലായിട്ട് ഇച്ചിരി തേങ്ങ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് അതിനൊരു ആ ഒരു നനവും കിട്ടും, പിന്നെ അത് ടേസ്റ്റും ആയിരിക്കും. പിന്നെ പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പുട്ടിൻ്റെ പാത്രത്തിലേക്ക് പുട്ടുകുറ്റിയോ, അല്ലെങ്കിൽ ഞാനിവിടെ മറ്റേ ചെറിയ ചിരട്ടപ്പുട്ടിൻ്റെ പോലത്തെ പാത്രമില്ല, അതിനകത്ത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്താണെങ്കിലും തേങ്ങ ഇടുമല്ലോ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റും സോഫ്റ്റ് ആകുകയും ഇതിൻ്റെ ഒരു നനവും കൂടെ കിട്ടുകയും ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനിയിപ്പോൾ ആവശ്യത്തിന് തേങ്ങ ഇടുക. നമ്മളുടെ നനച്ച് വെച്ചേക്കുന്ന പുട്ടുപൊടി അത് ഇട്ട് പുട്ടുണ്ടാക്കാൻ ഇപ്പോൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത് പൊടി നനയ്ക്കാൻ ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെ ഗോതമ്പ് പുട്ട് വലിയ ഇഷ്ടമുണ്ട്, പക്ഷേ അത് നനയ്ക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും കണ്ടാൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഒരുപാട് അമക്കി നിറയ്ക്കരുതെന്ന് അറിയാമല്ലോ, ജസ്റ്റ് അങ്ങനെ തന്നെ ലൂസായിട്ട് അമക്കരുത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങി. അപ്പോൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങനെ ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഈ ആവി വരുമ്പോൾ ഒരു നല്ല മണം വരും. എനിക്കിത് ഭയങ്കര ടെംപ്റ്റിംഗ് ആ മണം. ഈ ആവി വരുമ്പോൾ ഈ ഗോതമ്പ് പുട്ടിൻ്റെ മണം. മറ്റേ പുട്ടിന് അങ്ങനെ വലിയ മണമൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. നമ്മളുടെ പുട്ട് റെഡിയായി. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് പൊടി നനയ്ക്കാനായിട്ടൊരു ടാസ്ക്കായിട്ട് വിചാരിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് വന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരളവിലെടുക്കുമ്പോൾ എനിക്ക് ഈ പാത്രത്തിൽ 2 പുട്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ നോർമൽ പുട്ടുകുറ്റിയാണെങ്കിൽ ഒരു പുട്ട് കിട്ടും, ഒരു ഫുള്ള് നമ്മുടെ നോർമൽ പുട്ടുകുറ്റിയില്ലേ അതിൽ. എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് ഇച്ചിരി താമസിച്ചു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.